ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5, 6, 7 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഞാൻ തന്നെ വായിക്കാം. നിങ്ങൾ ബൈബിൾ ഉള്ളവരെല്ലാം അത് എടുക്കുക. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5, 6, 7 വാക്യങ്ങൾ. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ, ശ്രദ്ധിച്ചോണേ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത്, പറഞ്ഞാട്ടെ, ദാസരൂപമെടുത്ത്. 2, മനുഷ്യ സാദൃശ്യത്തിലായി, പറഞ്ഞാട്ടെ, മനുഷ്യ സാദൃശ്യത്തിലായി. 1, അവൻ ദാസരൂപമെടുത്തു. 2, അവൻ മനുഷ്യ സാദൃശ്യത്തിലായി. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി, പറഞ്ഞാട്ടെ, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ വരവിനെക്കുറിച്ചും താൻ ഏത് രൂപത്തിലാണ്, എങ്ങനെയായിരുന്നു എന്നുള്ളത് വിശദമാക്കുന്ന ഭാഗങ്ങളാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് ശ്ലീഹ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒന്നാമത്തെ കാര്യം. 1 പറയുന്നു അവൻ മനുഷ്യ സാദൃശ്യത്തിൽ. 2, ദാസരൂപമേറ്റെടുത്ത് തന്നെത്താൻ താഴ്ത്തി. സ്തോത്രം, ഹല്ലേലൂയ. ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. ആരായിരുന്നു അവൻ? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ. സ്തോത്രം എന്ന് പറഞ്ഞാൽ ആ മഹത്വത്തിലിരുന്നവൻ, ദൈവമായിരുന്നവൻ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ അവൻ താഴോട്ടിറങ്ങി വരിക. നിങ്ങൾക്കൊന്നും കൂടെ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞാൽ, അവൻ ആ ദൈവത്വത്തിൻ്റെ, അല്ലെങ്കിൽ അവൻ്റെ ദൈവമായിരുന്ന ആ പദവികളെ താൻ മാറ്റിവെച്ച് ഭൂമിയിൽ മനുഷ്യനായി, ദാസനായി തന്നെത്താൻ താഴ്ത്തി ഇറങ്ങി വന്ന് മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉരുവായവനാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ ജനനം എങ്ങനെ ആയിരുന്നു? പുരുഷൻ്റെ ഇഷ്ടത്താലായിരുന്നു? അല്ല, വചനം പറയുന്നു യേശുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിനാലായിരുന്നു. അവനെക്കുറിച്ച് വചനം പറയുന്നു വചനത്താലും കൃപയാലും നിറഞ്ഞവനായിരുന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ വചനം കൊണ്ട് നിറയപ്പെട്ടവൻ, കൃപയാൽ നിറയപ്പെട്ടവൻ, നമ്മുടെ ഇടയിൽ അവൻ അങ്ങനെയാണ് പാർത്തത്. ഒന്നാമേ പറയാൻ പറ്റുമോ? അന്നേരം 1 അവൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നു പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവൻ. 2 വചനം കൊണ്ട് പൊതിയപ്പെട്ടവൻ. 3 കൃപയാൽ നിറയപ്പെട്ടവൻ. അങ്ങനാണ് നമ്മുടെ ഇടയിൽ അവൻ പാർത്തത്. സ്തോത്രം. ചേർന്ന് ആമേൻ പറയാൻ പറ്റുമോ? ഇപ്പം ദൈവത്വത്തിൻ്റെ കോട്ടവൻ മേളിൽ ഊരി വെച്ചിട്ട് താഴോട്ട് ഇറങ്ങി വന്നെന്നുള്ളത് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ വ്യക്തമായി നമ്മളെ വെളിപ്പെടുത്തുന്ന ഒരു വെളിപ്പാടാണ്. കാരണം ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, താഴോട്ട് ആ സമത്വത്തെ വിട്ടിട്ടാണ് താഴോട്ട് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. അങ്ങനെ വന്ന യേശു 33.5 തിരുവയസ്സ് വരെ നമുക്കൊരു നല്ല ജീവിതം അവൻ മാതൃകയായി കാണിച്ചു തന്നു. 30 വയസ്സ് വരെ മാതാപിതാക്കളോട് കൂടെ കുടുംബത്തിൻ്റെ അകത്ത് എങ്ങനെ ജീവിക്കണമെന്ന് ഒരു കീഴടങ്ങലിൻ്റെയും ഒരു അനുസരണത്തിൻ്റെയും ജീവിതം യേശുവിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടുത്തത് 30 വർഷം കഴിഞ്ഞപ്പോഴാണ് അവൻ വന്ന രാജ്യത്തിൻ്റെ ഒരു റിപ്പോർട്ട് ഇറങ്ങി വരുന്നത്. ഒന്നാമേ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. അതോടെ വെച്ച് സംഭവിച്ചത്, യോർദാന്റെ നദിക്കരയിൽ സ്നാപക യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ താൻ എവിടെ നിന്നാണോ വന്നത് ആ രാജ്യത്തിൻ്റെ ആള് വന്ന് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ ചേർന്ന് നാമേം പറഞ്ഞാട്ടെ, ശക്തിയോടെ നാമേം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, ദൈവാനുസരണമായ ഒരു ജീവിതത്തിൻ്റെ ശൈലി നമുക്കുണ്ടെങ്കിൽ നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിനക്ക് വേണ്ടി സാക്ഷ്യമായി നീ ഇറങ്ങി വന്ന രാജ്യത്തിൻ്റെ ആള് വരും. എത്ര പേർക്ക് നാമേം പറയാൻ പറ്റുന്നുണ്ട്? ഞാനൊരു പ്രവചനം പോലെ ചിലരുടെ മേൽ ആ ദൂതം കൊണ്ട് കൈമാറുക. ചിലരോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുക, നിനക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ നീ ജനിച്ച രാജ്യത്തിൻ്റെ ആള്, നീ ഏത് രാജ്യത്തിൻ്റെ അകത്തുള്ള ആളാണെന്ന് ഈ ദിവസങ്ങളിൽ സാക്ഷ്യം പറയാൻ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തോ. നിന്റെ അമ്മാച്ച സാക്ഷ്യം പറയുന്നല്ല, അമ്മായി സാക്ഷ്യം പറയുന്നല്ല, നീ വീണ്ടും ജനിച്ച രാജ്യത്തിൻ്റെ ആള് നിനക്ക് വേണ്ടി ഇറങ്ങി സാക്ഷ്യം.